ഫാലൂദ ഒന്നിച്ച് പുഡിംഗ് പോലെ ചെയ്ത് ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. തിളക്കുന്ന വെള്ളത്തിൽ പഞ്ചസാരയും വറുത്ത സേമിയയും ചേർത്ത് വേവിച്ച് മാറ്റുക. അതേ വെള്ളത്തിൽ ചവ്വരി ചേർത്ത് വേവിച്ച് മാറ്റുക. കുറച്ച് വെള്ളത്തിൽ പഞ്ചസാരയും ബ്ലാക്ക് കസ്കസും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കും. നന്നായി പഴുത്ത നേന്ത്രപ്പഴം മിക്സിയിൽ ക്രഷ് ചെയ്തെടുക്കുക. ക്രഷ്ഡ് ബനാന കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൈ എടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കും, അല്ലെങ്കിൽ അടിയിൽ പിടിക്കും. ജസ്റ്റ് ഒന്ന് തിളച്ച് തുടങ്ങുമ്പോഴേക്കും നമ്മൾ ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് ചേർക്കുന്ന ഹെർഷീസിൻ്റെ സ്ട്രോബെറി സിറപ്പാണ്. അത് ഞാനൊരു 1/4 കപ്പ് ചേർക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഒരു 1/4 കപ്പ് കൂടെ ചേർക്കണം. വേവിച്ച സേമിയ, ഫ്രൂട്ട്സ് എല്ലാം ചേർത്തതിന് ശേഷം കുറച്ചുകൂടെ സ്ട്രോബെറി സിറപ്പ് ചേർക്കുന്നുണ്ട്. അത് സ്ട്രോബെറി സിറപ്പ് കുറച്ച് കൂടിയാലും കുഴപ്പമില്ല. നമ്മൾ പാർട്ടിയുടെ തലേ ദിവസമാണ് ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ് ചെയ്യുന്നത്. പിറ്റേ ദിവസം എടുത്ത് അതിൻ്റെ മുകളിൽ വാനില ഐസ്ക്രീം സ്പ്രെഡ് ചെയ്തിട്ട് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് കസ്കസ്, പോംഗ്രനേറ്റ്, മാംഗോ എല്ലാം ചേർത്ത് ഫ്രൂട്ട് ജെല്ല് വേണമെങ്കിൽ ഇത് ടേബിളിൽ നമ്മൾ 1 സ്പൂൺ വെച്ച് സെർവ് ചെയ്യും. ഫാലൂദയാണ്, എല്ലാവരും ട്രൈ ചെയ്യും.